നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് സ്റ്റാക്ക്, ക്യൂ ഒക്കെ ഉള്ളത് അല്ലേ. ഇവിടെ ഒരു സ്റ്റാക്കിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷൻ 401 കഴിഞ്ഞിട്ട് 402, 403, 404 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റ ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡാറ്റ ഐറ്റം അതിൻ്റെ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിലാണ് ഇൻസേർട്ട് ചെയ്യുക അല്ലേ. അതിന് ശേഷമുള്ള മെമ്മറി ലൊക്കേഷനിലാണ് നെക്സ്റ്റ് ഡാറ്റ ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ക്യൂവിൽ പറഞ്ഞ സമയത്തും അറേയിൽ പറഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരുന്നത് അല്ലേ. ഇനി നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത്, ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റനെ സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത ഡാറ്റനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്തു. സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റനെ നമുക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് ഒരു നോഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നോഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക്, അതായത് നെക്സ്റ്റ് നോഡ് എവിടെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രീവിയസ് നോഡിലുള്ള മെമ്മറി ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് വെച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു ലിങ്ക് ലിസ്റ്റ് നോക്കുക. അതായത് 4 നോഡ്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഇയാളെ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഓരോ നോഡിൻ്റെയും മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. 101, 402, 603. ഓക്കെ, ഇതൊക്കെ ഓരോ മെമ്മറി ലൊക്കേഷനാണ്. ഈ മെമ്മറിയിലെ എവിടെ ആണെങ്കിലും ആയിക്കോട്ടെ. 701. ഓക്കെ, ഇനി എനിക്ക് 101 മെമ്മറി ലൊക്കേഷനുള്ള നോഡിൽ എനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോഡ് സിയിലേക്കാണ് പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു നോഡിനെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഡാറ്റ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നോഡിലാണെന്ന് പറഞ്ഞു അല്ലേ. നോഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്തു, എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റനെ സ്റ്റോർ ചെയ്തു. നോഡിന് 2 പാർട്ടാണ് ഉണ്ടാവുക, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പാർട്ടും നെക്സ്റ്റ് നോഡ് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടും. അതായത് നെക്സ്റ്റ് ഇപ്പോൾ നോഡ് 402 എന്ന മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ മെമ്മറി ലൊക്കേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ് നോക്കും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ആരോ വരച്ചു. ഓക്കെ, അതായത് ഇവിടെ 402 എന്നിട്ട് മെമ്മറി ലൊക്കേഷൻ. നെക്സ്റ്റ് ഇനി ഇയാളാണ് എന്ത് നെക്സ്റ്റ് നോഡ് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 603 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ സെക്കൻഡ് നോഡിൽ കൊടുത്ത് അത് ഒരു പോയിൻ്റ് ചെയ്തു, 603ലേക്ക് പോയിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തു, 701ലേക്കാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ പോയിൻ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ? എഫ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, എഫ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അല്ലേ. അവസാനത്തെ ഭാഗത്തിനെ നമ്മൾ ടൈൽ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ടൈലെൻഡ്. ഇനി ഈ ടൈലിനെ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ടൈലെൻഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നൾ സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെ നള്ളാക്കി കൊടുത്തു. ഓക്കെ, ഈ നൾ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുന്നോട്ട് വേറെ ഏത് ഡാറ്റ എലമെൻറ്റും ഇല്ല, ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക എന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു ഹെഡിനെ എങ്ങനെ കൺസിഡർ ചെയ്യുക? ഹെഡിനെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോഡ് ഇങ്ങനെ എക്സ്ട്രാ നോഡ് എടുത്തു. ഈ നോഡ് എടുത്തിട്ട് ഫസ്റ്റ് ഭാഗം നള്ളാക്കി കൊടുത്ത് ദെൻ സെക്കൻഡ് പോയിൻ്റർ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു അല്ലേ. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്താ? 101. 101 അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണിത് ഹെഡ്. ഓക്കെ, ഹെഡും ടൈലും എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് ആണ് അല്ലേ. ഈച്ച് നോഡ് കണ്ടെയ്ൻസ് എന്താ ഡാറ്റ അക്കോമഡേറ്റ് ചെയ്യുന്ന പാർട്ടുണ്ടാവും ആൻഡ് ഒരു പോയിൻ്റർ നോഡിനെ അക്കോമഡേറ്റ് ചെയ്യണ പാർട്ടുണ്ടാവും അല്ലേ. പോയിൻ്റർ നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോഡിൽ നിന്ന് അടുത്തൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണൊരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ലിങ്ക് ലിസ്റ്റ് എന്താ നോക്കാം. കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് കാൾഡ് നോഡ്സ് ദാറ്റ് റാൻഡംലി സ്റ്റോർഡ് ഇൻ എ മെമ്മറി അല്ലേ. നമുക്കിതൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എന്നല്ല, ഏത് മെമ്മറി ലൊക്കേഷനിലും വേണമെങ്കിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷെ ആ മെമ്മറി ലൊക്കേഷൻ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, നോഡ്സ് കണ്ടെയ്ൻസ് 2 ഫീൽഡ്സ്. അതൊക്കെയാണ് ഡാറ്റ സ്റ്റോർഡ് അറ്റ് ദി പർട്ടിക്കുലർ അഡ്രസ് ആൻഡ് ദി പോയിൻ്റർ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് നോഡ് ഇൻ ദ മെമ്മറി അല്ലേ. മെമ്മറിയിലുള്ള നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സും ഡാറ്റ എലമെൻറ്റ്സും ആയിരിക്കും ഒരു നോഡിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഹെഡ് ഉണ്ടാവും, ടൈൽ ഉണ്ടാവും അല്ലേ. പിന്നെ ഒരു നോഡിൽ ഡാറ്റ ഉണ്ടാവും, ആ നെക്സ്റ്റ് നോഡിലേക്കുള്ള ലിങ്കും ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് അറിയാം ഒരു കണ്ടിന്യൂസ് മെമ്മറി ഇവിടെ ആവശ്യമില്ല അല്ലേ. അതായത് നമ്മൾ സ്റ്റാക്കിലെ പോലെ 101 കഴിഞ്ഞിട്ട് 102 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഏത് മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാം, പക്ഷേ നെക്സ്റ്റ് മെമ്മറി ഏത് മെമ്മറി ലൊക്കേഷനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക. അതായത് ഒരു നോഡിൽ നമ്മൾ നെക്സ്റ്റ് മെമ്മറീൻ്റെ ലൊക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്യും അല്ലേ. 402 ആണെങ്കിൽ 402ത്തെ നോഡിലേക്ക് അത് പോയിൻ്റ് ചെയ്യും. ഓക്കെ, നോ നീഡ് ടു ഡിക്ലെയർ സൈസ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എത്ര വേണമെങ്കിലും മെമ്മറി കൂട്ടി കൊണ്ടുപോകാം. കാരണം എത്ര നോഡിനെ പോയിൻ്റ് ചെയ്താൽ മതി അല്ലേ. എം ടി നോഡായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആണ്. സിംഗിളി ലിങ്ക് ലിസ്റ്റ് ഉണ്ട് ഫസ്റ്റ് വൺ. നമുക്ക് സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, നെക്സ്റ്റ് വൺ ഡബിളി ലിങ്ക് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ് ലിങ്ക് ലിസ്റ്റിലുള്ള ടൈപ്സ്. ഇതൊക്കെയാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക് ലിസ്റ്റ് ഇതാണ് എന്ത്, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നോഡ് അല്ലേ, ഫസ്റ്റ് നോഡിൽ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് 4900 അല്ലേ. 4900 ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്താൽ നേരെ ഈ പോയിൻ്റർ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് ആണ് 5000 എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലുള്ള നോഡാണ്, ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു. ഇവിടെയുള്ള ഡാറ്റ 15. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ലിങ്ക് ലിസ്റ്റാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് പറയുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്. അതായത് ഒരു പോയിൻ്റർ ഉണ്ടാവും, അത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും അല്ലേ. ഇനി നമുക്ക് ഫോർവേഡിലേക്കും ബാക്ക്വേഡിലേക്കും ഡാറ്റ, അതായത് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഡാറ്റനെയും തൊട്ട് ബാക്ക് സൈഡിലുള്ള ഡാറ്റനെയും കിട്ടണം എന്നുണ്ടെങ്കിൽ 2 ലിങ്ക് വെച്ചിട്ട് ഒരു നോഡിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു നോഡാണ് ഉണ്ടാവുക ഡബിളി ലിങ്ക് ലിസ്റ്റിൽ. അതിൽ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡാറ്റനെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി ഓരോ നോഡ്സിനും 3 നോഡ്സിനെ എടുത്തിട്ടുണ്ട്. ഓരോ നോഡ്സിനും ഞാൻ സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിയിലുള്ള സെക്കൻഡ് നോഡ് നോക്കുക. സെക്കൻഡ് നോഡിന് ഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്സ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ 502 അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 502 ഇവിടെ ഫില്ല് ചെയ്തു. 502 പോയിൻ്റ് ചെയ്ത് നേരെ എവിടേക്ക് പോയി, 502ത്തെ മെമ്മറി ലൊക്കേഷനിലെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും ഡാറ്റ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ പോയിൻ്റർ ഉണ്ടല്ലോ, അതായത് നോഡിലെ ഈ ഒരു ഭാഗം ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ
തൊട്ട് മുന്നത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യുക? ഇവിടെ ഒന്നും ഫില്ല് ചെയ്യില്ല, കാരണം ഇത് ടൈല അല്ലേ. നെക്സ്റ്റ് ഇവിടെ എന്ത് ഫില്ല് ചെയ്യും? 302 മെൻഷൻ ചെയ്യും. 302 മെൻഷൻ ചെയ്താൽ ഇതിലേക്ക് പോയിൻ്റർ വരും. ഇവിടെ 402 മെൻഷൻ ചെയ്താൽ ഇവിടേക്ക് പോയിൻ്റർ വരും. ഇവിടെ ഒരു ഡാറ്റയാണ്, ഇവിടെ ഹെഡറാണ് അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ്. ഇതാണ് ഡബിൾ ലിങ്ക് ലിസ്റ്റ്. നോക്കിയാ, ഡബിൾ ലിങ്ക് ലിസ്റ്റ്, ടു വേ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. is a more complex type of linked list that contains a pointer to the next as well as the previous node in a sequence. ഓക്കെ, ഇത് ഒരു ഫിഗർ ഉണ്ട്, അത് സെയിം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം സംഭവം തന്നെ. നെക്സ്റ്റ് ആണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും അവസാനത്തെ നോഡിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്ക് ഒരു പോയിൻ്റർ. ഇതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നള്ളാക്കി കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പോയിൻ്റർ വരുന്ന സമയത്ത് എന്ത് വരും? 101 വരും അല്ലേ. 101 അല്ലേ. 101 പറഞ്ഞാൽ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നോക്കാം. ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻസ് ദ പോയിൻ്റർ ടു ദി ഫസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ് അല്ലേ. ക്യാൻ ബിഗിൻ അറ്റ് എനി നോഡ്. അതായത് ഇവിടെ ഫസ്റ്റ് നോഡ് സെക്കൻഡ് നോഡ് എന്നൊന്നുമില്ല. സർക്കുലർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഏത് നോഡും അതിനെ ഫസ്റ്റ് ആക്കി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെങ്ങനെ റൗണ്ട് ചെയ്യാം. ആൻഡ് ട്രാവേഴ്സൽ ലിസ്റ്റ് ഈസ് എനി ഡയറക്ഷൻ forward and backward until they reach the same node we started. The circular linked list has no beginning and no ending. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി നെക്സ്റ്റ് ഇവിടെ തന്നെ തിരിച്ചെത്താം അല്ലേ. ഇനി ഇതെടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതിലേക്ക് തന്നെ തിരിച്ചെത്താം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ് എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അതാണ് എന്ത്? സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഇന്ന് നോക്കിയത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ 3 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിംഗിളി ലിങ്ക് ലിസ്റ്റ്. നെക്സ്റ്റ് ഡബിളി ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവും അല്ലേ. കൺസെപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി എക്വിപ്ഡ് ആവും എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി.